ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് മുട്ടത്തുള്ള വിഷൻ ഹോണ്ടയുടെ ഷോറൂമിലാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റിൻ്റെ ബ്ലാക്ക് എഡിഷനുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ബ്ലാക്ക് എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിവേറ്റിന് ഇതുവരെ ബ്ലാക്ക് കളർ ഇല്ലായിരുന്നു. അത് ഫുൾ ഒരു ബ്ലാക്ക് കളറിലായിട്ട് എലിവേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് ബ്ലാക്ക് എഡിഷൻ. പിന്നെ കുറച്ച് കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പം നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്രോം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ബ്ലാക്ക് എഡിഷൻ കൂടാതെ നമുക്ക് സിഗ്നേച്ചർ എഡിഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 20,000 എക്സ്ട്രാ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കേജായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കിനുമുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രില്ലിൻ്റെ ഈ ഒരു ക്രോം ഫിനിഷ് എല്ലാം നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്ത് വരും. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് ഇപ്പോൾ ഈ ബ്ലാക്ക് എഡിഷനിൽ നമുക്ക് വരുന്നത് ഈ ഒരു സിൽവർ ഫിനിഷിലാണ്. നമ്മൾ ആ സിഗ്നേച്ചർ പാക്കേജ് എടുക്കുമ്പോഴത്തേനും ഇതും ഫുൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വരും. അതാണ് സിഗ്നേച്ചർ പാക്കേജും ഈ ഒരു ബ്ലാക്ക് എഡിഷനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ ഈ കാണുന്ന ക്രോം എലമെൻറ്റ്സ് എല്ലാം ഫുൾ ബ്ലാക്കായി മാറും. അതൊരു 20,000 ഞാൻ പറഞ്ഞ പോലെ 20,000 എക്സ്ട്രാ ഒരു നമുക്ക് പേയ്മെൻറ്റ് വരുമെന്നുള്ളതേ ഉള്ളൂ. സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ്സിലൊന്നും മാറ്റമില്ല. പക്ഷേ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു അലോയ്സ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫ് റെയിൽസ് നമുക്ക് ബ്ലാക്ക് എഡിഷനിൽ ഈ ഒരു സിൽവർ ഫിനിഷാണ് വന്നേക്കുന്നത്. ആ സിഗ്നേച്ചർ പാക്കേജ് നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്കിനും ഇതും ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് വരും. പിന്നെ ഈ ഡോർ ഗാർഡുകളെല്ലാം ഇതിലിപ്പോൾ നമുക്ക് സിൽവർ ഫിനിഷിലാണെങ്കിൽ അതിൽ വരുമ്പോഴത്തേക്കിനും അതും ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ആ ഒരു ഫുൾ നമുക്കിപ്പോൾ ഈ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫിനിഷ് എല്ലാം മാറി ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് വരും. അതാണ് സിഗ്നേച്ചർ പാക്കേജ് കൊണ്ട് ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷാർക്ക് ഫിൻ ഹാൻഡിലാണ് കാണാം. അത് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എലിവേറ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. ഐവിട്ടൊക്കെ ഇതെല്ലാം നമുക്ക് ആ ഒരു സിഗ്നേച്ചർ പാക്കേജ് ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേനും അതെല്ലാം ബ്ലാക്ക് ഫിനിഷ് ആവും. പിന്നെ ഈ സ്കിഡ് പ്ലേറ്റും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വരും. ഇത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിലെ മാറ്റങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ എലിവേറ്റിൻ്റെ ബ്ലാക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലാക്ക് ഇൻറ്റീരിയർ. പേഴ്സണലി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യെസ്. അപ്പം നമുക്ക് എലിവേറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ആ AC-യുടെ വെൻറ്റിന് ചുറ്റിനുള്ള ഭാഗത്തും ഒക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ ബ്ലാക്കായി ഫുൾ ബ്ലാക്കായി എന്ന് തന്നെ വേണം പറയാൻ. അതിൻ്റെ കൂടെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൂടെ വന്നേക്കുന്നതുകൊണ്ട് നല്ല ഒരു മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു 10 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. എല്ലാം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാം. നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മളൊരു എലിവേറ്റിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യുക. ഒരു ക്ലൈമട്രോണിക് AC ആണ് വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെ ആ സ്വിച്ചസ് ഒക്കെ ഫുൾ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ആക്കിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വയർലെസ് ചാർജിങ് പാഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എല്ലാം ആ ഒരു ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാക്കി. മെയിനായിട്ടും ആ ഒരു സീറ്റിൻ്റെ ഭംഗി നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ഫുൾ ബ്ലാക്കിലേക്ക് വന്നപ്പോഴത്തേക്കിനും അത് നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഒരു ബോൾസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഇതിലൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല. ഫുൾ ബ്ലാക്കായി എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഒരു നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഫിനിഷിലേക്ക് വരുന്നത്. ബാക്കി എല്ലാം മൊത്തത്തിൽ ഫുൾ ബ്ലാക്കായി എന്നുള്ളതാണ്. സ്റ്റിയറിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം അത് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷായി. അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സിഗ്നേച്ചർ എഡിഷൻ ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു 7 കളേഴ്സിൻ്റെ ഒരു ആംബിയൻ ലൈറ്റിംഗ് കൂടെ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ വെഹിക്കിളും സിഗ്നേച്ചർ പാക്കേജും തമ്മിലുള്ള ഒരു ഇൻറ്റീരിയറിലെ ഡിഫറൻസ് വരുന്നത്. അല്ലാതെ വേറെ ഡിഫറൻസുകളൊന്നും നമുക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡോറിൻ്റെ ഭാഗം ഫുള്ള് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആക്കിയേക്കുവാണ്. അവിടെ നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇത് അവിടെ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പം നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷം കൂടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ എലിവേറ്റിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ബ്ലാക്ക് എഡിഷനിലായതുകൊണ്ട് തന്നെ ഫുൾ ബ്ലാക്കായി. ഇവിടെയും സീറ്റിൻ്റെ ഒക്കെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. ഇപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ അവിടെയും കൊടുത്തേക്ക് നമുക്ക് കാണാം. ആ ഒരു ഡോർ ലിവറിൽ മാത്രമാണ് നമുക്കൊരു വേറൊരു കളർ കാണാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്കായി എന്നുള്ളതാണ്.
പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ എല്ലാ AC വെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സിലൊക്കെ ഒന്നും നമ്മൾ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എലിവേറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും അതൊന്നും പോകാത്തത്, കൂടുതൽ ലെങ്ത് ആക്കണ്ട എന്നുള്ളത് വെച്ചിട്ടാണ്. പിന്നെ ഈ ബ്ലാക്ക് എഡിഷൻ രണ്ട് വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. അത് വന്നിട്ട് ZX ടോപ്പ് ട്രിമ്മിൽ മാനുവലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ZX നമുക്ക് ഒരു മാനുവൽ ഓൺ റോഡ് വരുമ്പോഴത്തേക്കിന് ഓൾമോസ്റ്റ് ഒരു 19.5 ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ സിഗ്നേച്ചർ എഡിഷൻ ആക്കുവാണ്, അല്ലെങ്കിൽ സിഗ്നേച്ചർ പാക്കേജും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 20,000 രൂപ കൂടെയാണ് എക്സ്ട്രാ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നതെങ്കിൽ 21 ഏകദേശം പ്രൈസ് വരുന്നുണ്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് എഡിഷൻ വരുമ്പോഴത്തേനും ഓൺ റോഡ് പ്രൈസ്. അപ്പം ഈ ഒരു എലിവേറ്റിൻ്റെ ബ്ലാക്ക് എഡിഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വെഹിക്കിളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വിഷൻ ഹോണ്ടയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.